ഹലോ, എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ കുറേ ആയിട്ട് ഞാൻ ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്, അതായത് ഓരോ കാരണത്താൽ എനിക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ രാവിലത്തെ ചായ കൂടി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അച്ചാറിടാണ് കേട്ടോ ചെയ്യുന്നത്. അതായത് കയ്പ കൊണ്ടുള്ള അച്ചാറാണ് ഇടുന്നത്. ആങ്ങൾക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ ഇന്ന് പോകുന്നുണ്ട്. അപ്പോൾ അച്ചാർ കൊടുത്തയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ അച്ചാറിൻ്റെ പണിയിലാണ്. കയ്പ്പയ്ക്കൊക്കെ നന്നായി കഴുകിയതിന് ശേഷം അതിലേക്ക് കുറച്ച് സുർക്കയും പിന്നെ അതുപോലെ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു 10-20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം അതിൽ വെള്ളമൊക്കെ നന്നായി പിഴിഞ്ഞെടുത്തതിന് ശേഷമാണ് കേട്ടോ ഇത് നമ്മൾ വാട്ടിയെടുക്കുന്നത്. ആദ്യം ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കയ്പ്പൊക്കെ അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ കയ്പ്പയ്ക്ക എല്ലാം വാട്ടിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായതിന് ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആകെ 2 സ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ മസാലയൊക്കെ പാകത്തിന് തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കയ്പ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള സുർക്കയും കൂടെ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അച്ചാറിലേക്ക് ഉലുവപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കായംപൊടിയാണ് കേട്ടോ. അപ്പോൾ അത് പാകത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉലുവപ്പൊടി പിന്നെ അതുപോലെ കായംപൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കൊടുത്തയക്കാനുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അച്ചാറൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഞാൻ മീൻ നന്നാക്കാൻ ഇരുന്നിക്കാണ് കേട്ടോ. അതായത് ഇന്ന് മത്തി മീനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു കറിയും വെക്കണം. അപ്പോഴേക്ക് ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മീൻ നന്നാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ മീൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീൻ കറി ഉണ്ടാക്കുന്ന വീഡിയോസൊന്നും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിനുശേഷം ഞാൻ പയറുപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. പയറുപ്പേരി ആയതിന് ശേഷം ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് ഇന്ന് ചോറിന് മാങ്ങ അച്ചാർ, അതുപോലെ പയറുപ്പേരി, മുളക് കൊണ്ടാട്ടം, പിന്നെ അതുപോലെ മീൻ കറിയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞാൻ ചോറ് കഴിക്കട്ടെ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടി ഇവിടെ കളിക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ക്വാർട്ടേഴ്സിൻ്റെ മുൻഭാഗം. അപ്പം നമ്മൾ കൊടുത്തയക്കാനുള്ള അച്ചാറൊക്കെ പാക്ക് ചെയ്യൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആകെ ഈ ഒരു കുപ്പി മാത്രമാണ് കേട്ടോ കൊടുത്തു വിടുന്നത്. പിന്നെ കൊടുത്തയക്കുന്നത് തോളൂരിൻ്റെ ചുട്ടരച്ച മുളക് ചമ്മന്തി ഇല്ലേ, അതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് 2 കുപ്പിയും കൂടെ കൊടുത്തു വിടുന്നുണ്ട്. ഈ 2 സാധനങ്ങൾ മാത്രമാണ് കേട്ടോ കൊടുത്തയക്കുന്നത്. അപ്പോൾ എല്ലാതും കഴിഞ്ഞതിന് ശേഷം ഞാൻ നന്നായിട്ടൊന്ന് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ സ്കൂളൊന്നുമില്ലല്ലോ. അപ്പോൾ നന്നായിട്ടൊന്ന് കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ വീട്ടിലേക്കാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീടിൻ്റെ തേപ്പ് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടേക്കൊന്ന് പോകണം. പിന്നെ അതുപോലെ ഞങ്ങൾ റേഷൻ കടയിലേക്കും പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങോട്ടും വേണ്ടി പോവുകയാണ്. അപ്പോൾ ആദ്യം റേഷൻ കടയിലേക്കാണ് കേട്ടോ പോയത്. പിന്നെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ വീട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.